ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണം എന്ന് അഭ്യർത്ഥന നടത്തുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയൂ. ഇപ്പോൾ ഞങ്ങളെല്ലാം സമയം കണ്ടെത്തി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നിവിടെ എത്തിച്ചേർന്നത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളും നിങ്ങളുടെ സമയം കണ്ടെത്തി പല തിരക്കുകൾക്കിടയിലും ഇവിടെ നിങ്ങളെ ക്ഷണിച്ചത് ഐ നോബഡി എന്ന സിനിമയുടെ പ്രൊമോഷന് നിങ്ങൾ വരണം, ദയവായി വരണമെന്ന് അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നിങ്ങളും ഇവിടെ വന്നത്. ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കൊണ്ടല്ല. വാട്ട് റിയലി ഹാപ്പൻസ് ആൻഡ് യു വിൽ അഗ്രി വിത്ത് മീ. ഞാനിപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ ഈ പ്രസ് മീറ്റിൻ്റെ ആദ്യത്തെ ആർട്ടിക്കിൾ അമ്മ സംഘടനയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പൃഥ്വിരാജ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ എവിടെയോ എന്ന് ഐ നോബഡി സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന പ്രസ് മീറ്റിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തി എന്നായിരിക്കും. അപ്പം ഞങ്ങൾക്ക് പിന്നെ വാട്ട് ഈസ് എ പോയിന്റ് ഓഫ് ഓൾ ദിസ്? അപ്പോൾ ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു പ്രചോദനം എന്ന രീതിയിൽ ഇന്ന് ഐ നോബഡിയെക്കുറിച്ച് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ അമ്മ സംഘടനയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതണം എന്നൊരു റിക്വസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അമ്മ സംഘടനയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയും സംഭവിച്ചു. അതിന് സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് രമ്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതിൻ്റെ പ്രതിഷേധാർത്ഥം കുറച്ച് അംഗങ്ങൾ അവരുടെ അംഗത്വവും സ്ഥാനങ്ങളും രാജിവെച്ചു. അത് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംഘടനയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു പരിഹാരത്തിന് സാധ്യതയുണ്ടോ എന്ന് ചർച്ച ചെയ്ത് ഇല്ല എന്ന് അഭിപ്രായപ്പെട്ട കുറച്ച് ആൾക്കാർ സംഘടനയിൽ നിന്ന് രാജിവെച്ചു പോയി. കുറച്ച് ആൾക്കാർ അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു താൽക്കാലിക ആഡ്ഹോക് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്തു. വാട്ട് എൽസ് ഇസ് പോസിബിൾ? അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താനും അംഗങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ ഉത്തരം കണ്ടെത്താനും സാധിക്കട്ടെ എന്നൊരു സിനിമാ പ്രവർത്തകനും ആ സംഘടനയുടെ ഒരു അംഗം എന്ന നിലയിലും ഞാനും ആഗ്രഹിക്കുന്നു. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.